ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇവിടുത്തെ ഓണാഘോഷങ്ങൾ തുടങ്ങാം. അപ്പോൾ ന്യൂസ് മലയാളവും മൈജിയും ചേർന്ന് നടത്തുന്ന സ്നേഹവിരുന്ന്, ഇതിലേക്ക് എല്ലാ അമ്മമാരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം പറയാണ്. എൻ്റെ പേര് സേതുലക്ഷ്മി എന്നാണ്. ഞാൻ ന്യൂസ് മലയാളം ചാനലിൽ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററാണ്. വാർത്തയൊക്കെ വായിക്കാറുണ്ട്. ഞാൻ വാർത്തയൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഉള്ളതുപോലെ പറയണമല്ലോ അല്ലേ? അപ്പം നമുക്ക് ഇവിടെ എനിക്കൊപ്പം ഞങ്ങളുടെ ന്യൂസ് ഡയറക്ടറുണ്ട് സനീഷ്. സനീഷ് ചേട്ടാ, അപ്പോൾ സേതുലക്ഷ്മി കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഓണം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്ന് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓണം മലയാളികളുടെ എല്ലാം ഉത്സവമാണ്. എല്ലാ മലയാളികളുടെയും. നമ്മൾ മലയാളികൾ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ കഴിയുന്ന ആളുകൾ അവരേറ്റവും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണാഘോഷം. അപ്പോൾ അത് ഈ ഓണത്തിൻ്റെ ദിവസങ്ങളിൽ ഒന്നിൽ ഇവിടെ ഓണാഘോഷ പരിപാടി ഇവിടെ നിങ്ങളുടെ കൂടെ നടത്തണം എന്ന് മൈജി അവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിട്ട് ആലോചിച്ചപ്പോൾ ഞങ്ങളെ കൂടെ ചേർക്കാൻ പറഞ്ഞു. ഞങ്ങൾ കൂടെ വരാമെന്നും അത് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് കേരളത്തെ ആകെ കാണിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു. അതാണ് ഇപ്പം മൈജി നമുക്കറിയാം. അദ്ദേഹം കോഴിക്കോട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ തുടങ്ങിയ, ബിസിനസ്സിലെ യാത്ര തുടങ്ങിയ ആളാണ്. കോഴിക്കോട്ടെ ഒരു ഷോറൂമും തുടങ്ങിയായിരിക്കും അല്ലേ? നിശ്ചയമായിട്ടും അങ്ങനെയാണ്. ഇപ്പോൾ 150-ലേറെ ഷോറൂമുകൾ കേരളത്തിനകത്തും പുറത്തും, കോഴിക്കോട് മാത്രമല്ല. മൈജി എന്ന പേര് മോഹൻലാൽ, മമ്മൂട്ടി എന്നൊക്കെ പറയുന്ന പോലെ മലയാളികൾക്ക് ഇപ്പോൾ അറിയാവുന്ന വിധത്തിൽ ആയിട്ടുണ്ട്. അപ്പോൾ മൈജി മാത്രമല്ല, അത് മൈജി ഷാജി എന്ന് പറഞ്ഞാലും ഇപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഓണ സന്തോഷം എല്ലാ മനുഷ്യരിലേക്കും പകർന്നു നൽകണമെന്ന തീരുമാനമെടുക്കുന്നതിലാണ് അതിലൊരു സവിശേഷത, ഒരു പ്രാധാന്യം, ഒരു പ്രത്യേകത എന്ന് നമ്മൾ വിചാരിക്കുന്നത്, അത് കാണുന്നത്. അപ്പോൾ അതിനൊപ്പം ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ ന്യൂസ് മലയാളത്തിന്. ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ വീഴുന്ന ഉറുമ്പുകളെ കണ്ടിട്ടില്ലേ? അവരെ ഒന്നിച്ച് കൂട്ടി നിന്നിട്ടാണ് പോവുക, കൂട്ടി പിടിച്ചിട്ടാണ് പോവുക. ഒറ്റ ഉറുമ്പുകളാകുമ്പോൾ വെള്ളത്തിൽ മുങ്ങിത്താണ് മരിച്ചു പോകും. പക്ഷേ കൂട്ടമായിട്ട് ഉറുമ്പുകൾ പരസ്പരം ചേർത്ത് പിടിച്ചിട്ട് ഒന്നിച്ച് പോകുമ്പോൾ എത്ര വലിയ മഴവെള്ളപ്പാച്ചിലിനെയും കടന്നിട്ട് ഈ ഉറുമ്പുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് പോകുന്ന കണ്ടില്ലേ? മനുഷ്യരങ്ങനെയാണ്, സാമൂഹ്യ ജീവികളാണ്. ഒറ്റക്കൊറ്റക്ക് രക്ഷപ്പെട്ട് ജീവിച്ച് പോവുക എന്നുള്ളതല്ല, കൂടെയുള്ള മനുഷ്യരെല്ലാം ചേർത്ത് വെച്ചിട്ട് ഒന്നിച്ച് ഒരാൾ നന്നായിട്ട് രക്ഷപ്പെട്ടു പോകുമ്പോൾ കൂടെയുള്ള ആളുകളെല്ലാം ചേർത്ത് രക്ഷപ്പെടുത്തുക എന്നതിലാണ് മനുഷ്യത്വം ഇരിക്കുന്നത്, മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങളിരിക്കുന്നത്. അത് ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥ മനുഷ്യർ. അപ്പോൾ അങ്ങനെയാണ്, ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ ഓണക്കാലം. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. അപ്പോൾ അതിനകത്തേക്ക് സംസാരിക്കാൻ ഞാൻ ഷാജിയെ ക്ഷണിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു സേതു, നമുക്കൊന്ന് സിസ്റ്റർ അനുപമയെ വിളിക്കാം. നമ്മുടെ ഹൗസ് ഓഫ് ലവ്, ഇതിൻ്റെ പേര് തന്നെ ഒരു സ്നേഹ വീടെന്നാണ്. അപ്പം ആ സ്നേഹ വീടിൻ്റെ ചുമതലക്കാരി സിസ്റ്റർ അനുപമയെ പറഞ്ഞു തന്നെ പോകണം. കാരണം ഇത്രയും പേരെ ചേർത്ത് നിർത്തി എല്ലാ ആഘോഷങ്ങളിലും എല്ലാം പഠിപ്പിച്ച്, ഇപ്പം നമ്മൾ ഡാൻസൊക്കെ ഇവിടെ ഓരോരുത്തരും ചെയ്യുമ്പോൾ സിസ്റ്റർ അവിടെ ഇരുന്ന് അവരോടൊപ്പം അതെല്ലാം പറഞ്ഞു കൊടുത്ത് ചെയ്ത് വരുന്നത് കാണുമ്പോൾ, അതൊക്കെ കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. അപ്പോൾ സിസ്റ്റർ അനുപമയെ ഞാൻ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഈ സമയം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മഹത് വ്യക്തികളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, എല്ലാവർക്കും സന്തോഷമാണോ? ഇതാരാ വന്നിരിക്കുന്നേ? മൈജിയിലെ കണ്ടോ, എല്ലാവർക്കും അറിയാം. സാർ ഇവിടെ ഒരു പ്രാവശ്യം വന്നായിരുന്നു. നമ്മളൊക്കെ ഇട്ടിരിക്കുന്ന ഉടുപ്പുകളൊക്കെ ആര് മേടിച്ചു തന്നതാ? ഇപ്പം എല്ലാവരും സുന്ദരികളായിട്ട് ഇരിക്കുന്നത് ഇന്ന് സാറ് മേടിച്ചു തന്ന ഉടുപ്പൊക്കെ ഇട്ടാണ് എല്ലാവരും നല്ല സുന്ദരികളായിട്ട് ഇരിക്കുന്നത്. അപ്പം എല്ലാവർക്കും സന്തോഷമല്ലേ? അപ്പം നമ്മളെ ഒരുമയിലേക്ക്, നമ്മുടെ സ്നേഹത്തിലേക്ക് ആരാ വന്നേക്കുന്നേ? ന്യൂസ് മലയാളം ചാനലുകാരും നമ്മുടെ മൈജി ഷാജിക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കെല്ലാം സന്തോഷമല്ലേ? അപ്പം എല്ലാവരും നമ്മുടെ ഹോം ഓഫ് ലവിൻ്റെ ആ സന്തോഷം അല്ലേ, ഇവരെല്ലാം വന്നതിൻ്റെ സന്തോഷമില്ലേ, ആ സന്തോഷം എല്ലാവരും ഒന്ന് കൈയടിച്ചൊന്ന് പ്രകടിപ്പിച്ചേ. അപ്പോൾ ഈ നിമിഷം ഒത്തിരി സന്തോഷമാണ് ഞങ്ങൾക്ക് നിങ്ങൾ വന്നതിൽ കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമാണ്. നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ എന്താ പറയുക, എല്ലാം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടുമാണ് ഞങ്ങളുടെ സിസ്റ്റർമാർക്ക് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. അപ്പം ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഇങ്ങനത്തെ കുറേ സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് ഈ സ്ഥാപനം ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും, ഷാജി സാറിനും അനീഷ് സാറിനും ഇതിൻ്റെ എല്ലാ സംഘടകർക്കും, പിന്നെ നമ്മുടെ രഞ്ജിത്ത് സാറാണ് ഇതിൻ്റെ എല്ലാ കോർഡിനേറ്റർ. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഷാജി സാറിനെ പരിചയപ്പെടുത്തിയതും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് രഞ്ജിത്ത് സാറാണ്. എല്ലാവർക്കും ഇതിൻ്റെ പിന്നണി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സിസ്റ്റേഴ്സിനും ഞങ്ങളുടെ അമ്മമാർക്കും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഓണാശംസകൾ നേരുന്നു. നന്ദി. താങ്ക് യു സിസ്റ്റർ.
ഇനി ഇപ്പം പ്രതിപാദിച്ച പോലെ ഞങ്ങളുടെ രഞ്ജിത്തേട്ടാ ഒരു 2 മിനിറ്റ്. ഞങ്ങളുടെ ന്യൂസ് മലയാളത്തിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ എല്ലാമാണ് രഞ്ജിത്തേട്ടാ ഒരുപാട് സന്തോഷം. ആക്ച്വലി ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൂടി കൊണ്ടുവന്നതിന് ഒരുപാട് സന്തോഷം. ഇവിടെ വന്നപ്പോഴത്തേനും ഒരു മിക്സഡ് ഇമോഷനാണ്. പ്രത്യേകിച്ച് ഓണക്കാലമാണ്. ഈ അമ്മമാരെയും ഇവിടുത്തെ അനിയത്തിമാരെയും ചേച്ചിമാരും ഒക്കെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഒപ്പം തന്നെ മൈജി ശ്രീ AK ഷാജി അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു വേദിയിൽ നിൽക്കാൻ പറ്റുന്നതിലും ഒക്കെയും സന്തോഷമുണ്ട്. 2 വാക്ക്. നമസ്കാരം. അമ്മമാരെ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഓണമാണ് ശരിക്കും സത്യത്തിൽ സന്തോഷമായ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഓണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നമ്മളെ ഷാജിക്ക 150ഓളം ഷോറൂമുകളുള്ള മൈജിയാണ്. എനിക്ക് തോന്നുന്നത് ഒരു 500ഓളം ചാരിറ്റി പ്രവർത്തനം ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് നമ്മൾ ഷാജിക്ക. ഒന്നും കൂടി നമുക്ക് കയ്യടി കൊടുക്കണം. കാരണം നിങ്ങളമാരുള്ള അമ്മമാരെ സൗജന്യമായിട്ട് വിനോദയാത്ര കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് വീൽ ചെയർ കൊടുത്തിട്ടുണ്ട്, കട്ടിലും കിടക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത നിങ്ങളെ പോലത്തെ ഒരു ഉമ്മ ഷാജിക്കുണ്ട്, എനിക്കറിയാം. അത്രയും ഉമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു ചാരിറ്റി പ്രവർത്തനം ബിസിനസ്സിൻ്റെ കൂടെ തന്നെ അതിലുപരി മനുഷ്യ സ്നേഹമാണെന്ന് വിചാരിച്ചു മനുഷ്യന്മാർക്ക് വേണ്ടി സഹജീവികളെ ചേർത്തിണക്കി കൊണ്ടുവന്ന ഒരു മഹത് വ്യക്തിയാണ് ഷാജിക്ക. ഇങ്ങനെയുള്ളൊരു പരിപാടി സ്പോൺസർ ചെയ്ത ഷാജികയ്ക്ക് പ്രത്യേകം നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു രഞ്ജിത്തേട്ടാ. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ശ്രീ AK ഷാജി, അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് അറിയാനായിരിക്കും. ശ്രീ AK ഷാജി, സ്വാഗതം. എല്ലാ അമ്മമാർക്കും എൻ്റെ നമസ്കാരം. ഹാപ്പി ഓണം. എല്ലാവർക്കും സുഖമാണോ? ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും ഇവിടെ വരാനും നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞതിലും കേട്ടോ. ജീവിതത്തിൽ നമ്മൾ എത്ര ഉയരത്തിലെത്തിയാലും നമ്മുടെ അമ്മമാരെയും നമ്മളെ സ്നേഹിക്കുന്നവരൊന്നും മറക്കാൻ പാടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഉമ്മച്ചി എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഒരുപാട് സ്നേഹം തന്ന് എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് പോകണമെന്നാണ് ഉമ്മച്ചി പറയാറ്. ഉമ്മച്ചി സുഖമില്ലാതെ കിടക്കുകയാണ്, ഒരുപാട് നാളായി ബെഡിലാണ്. അപ്പം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട് ഓണമൊക്കെ? അടിപൊളിയായിട്ട് ആഘോഷിക്കണ്ടേ നമുക്ക്? ഏതായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരാളെ മാത്രം പറയുന്നില്ല, എല്ലാ സിസ്റ്റേഴ്സിനും ഞാൻ അന്ന് പറഞ്ഞതുപോലെ അടിപൊളിയാണ് ഇവിടെ. കാരണം ഇത് അത്രയും ഭംഗിയായിട്ട് നിങ്ങൾ കൊണ്ടെടുക്കുന്നുണ്ട്. നിങ്ങൾ എത്ര നമസ്കരിച്ചാലും മതിയാവില്ല. ഞാൻ ഒരുപാട് ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നതാണ്, ഒരുപാട് അമ്മമാരെ കാണാമെന്നാണ് അവിടുത്തെ സിസ്റ്റർ. അതിലുപരി ഇവിടെ എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇത്തരം ഓൾഡ് ഏജ് ഹോം കേരളത്തിൽ ഇല്ലാതിരിക്കട്ടെ അല്ലേ? കാരണം എല്ലാവരും അമ്മമാരെയും അച്ഛന്മാരെയും ഭംഗിയായിട്ട് നോക്കാൻ എല്ലാവർക്കും അതിനുള്ള അനുഗ്രഹവും ആശീർവാദമൊക്കെ എല്ലാ മക്കൾക്കും കൊടുക്കട്ടെ. അമ്മയും അച്ഛനും എന്താണെന്നൊക്കെ ഉള്ള എല്ലാ മക്കളും പഠിക്കട്ടെ. ഇപ്പം വരുന്ന തലമുറയ്ക്കൊക്കെ അതിൻ്റെ വലിയ ഒരു എന്താ പറയുക, അവരുടെ ലോകത്തേക്ക് മാറുന്നെന്നുള്ള വലിയൊരു ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമായി ചിന്തിക്കുന്ന ഒരു ലോകത്തേക്കാണ് അവർ പോകുന്നത്. അത് മാറി നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവർ വളർത്തിയത്, ആ ബന്ധങ്ങളും അതിൻ്റെ സ്നേഹവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അച്ഛനെയും അമ്മയൊക്കെ വളരെ ഭംഗിയായിട്ട് നോക്കണമെന്നാണ് എനിക്ക് യുവതലമുറയോടൊക്കെ പറയാനുള്ളത്. ഏതായാലും ഒരുപാട് സന്തോഷം. നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ? റെഡിയാണല്ലോ? ഓണം ഒരു കേരള ദേശീയോത്സവമാണല്ലോ അല്ലേ? എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. അപ്പം നമ്മളും ഇന്ന് ഉത്സവിക്കാൻ പോവാണ് അല്ലേ? നമ്മളെല്ലാവരും ഉത്സാഹത്തോടെ ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ അടിപൊളിയാവട്ടെ ഈ പ്രാവശ്യത്തെ ഓണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇവിടെ നിന്ന് ആരാ പാട്ട് പാടുന്നേ? നല്ലൊരു കയ്യടി കൊടുക്കാം അല്ലേ? അമ്മയുടെ പേരെന്താ? എന്തോ? ലല്ലു. ഓക്കെ, ഇന്നിപ്പോ ഏത് പാട്ടാ പാടാൻ പോകുന്നേ? അറബിക്കടലിൽ. വാ, ഓക്കെ. അറബിക്കടലൊരു മണവാളൻ, കരയൂ നല്ലൊരു മണവാട്ടി, പണ്ടേ പണ്ടേ കാവിലിരുന്ന പകിടയൊരുക്കി കളിയല്ലോ. അറബിക്കടലൊരു മണവാളൻ, കരയൂ നല്ലൊരു മണവാട്ടി, പണ്ടേ പണ്ടേ പാവിലിരുന്നു പകിടയൊരുക്കി കളിയല്ലോ. കടലല്ല നല്ല കളിത്തോഴൻ, കാറ്റോ നല്ല കിളിത്തോഴിൻ, കരയുടെ മടിയിലാകും പകലും കക്കപെറുക്കി കളയല്ലോ. അറബിക്കടലൊരു മണവാളൻ, കരയൂ നല്ലൊരു മണവാട്ടി, പണ്ടേ പണ്ടേ പാവിലിരുന്ന പകിടയൊരുക്കി കളിയല്ലോ. അടിപൊളി. അമ്മയുടെ ഓണവിശേഷമൊക്കെ എന്താ? നല്ലതാ. നല്ലതാ. ഓണം, കുഞ്ഞിലത്തെ ഓണമൊക്കെ എങ്ങനെയായിരുന്നു?
നല്ല പൂ പറിക്കലും ഒക്കെ പാടും. ഓക്കെ. ഈ അത്തപ്പൂക്കളൊക്കെ കണ്ടപ്പോ എന്താ തോന്നണേ? പണ്ടത്തെ ഓണമൊക്കെ ഓർമ്മ വരുന്നോ? ഉണ്ട്. ഓക്കെ. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, മൗനം പാടുന്നു. എന്താ സരിതര ഓണവിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. ഓണം എല്ലാരും കൂടെ അത്തത്തിന് പൂവിട്ട് ഇതിവിടെ ഇട്ടാണോ? ഇവിടെ നിങ്ങൾ ഇട്ടാണോ? ആ, അത് ഞാൻ ഇട്ടല്ല, ഞാൻ വരയ്ക്കൂല, വരയ്ക്കില്ല. ഹസ്ബൻഡ് നല്ലോണം വരയ്ക്കും. ഓക്കെ. പിന്നെ അങ്ങനെ പാൽപ്പായസൊക്കെ കുടിച്ച് പാലട പായസം ഇൻസ്റ്റന്റ് വാങ്ങിയിട്ട് അടുക്കളയില് പാചകം ചെയ്ത്. ഏതാ ഇഷ്ടപ്പെട്ട പായസം? പാലടയാണോ? പാലട. ആ, അങ്ങനെ ഓക്കെ. കഴിച്ച് സുഖമായിട്ടിരിക്കുന്നു. സദ്യ കഴിച്ചായിരുന്നോ? ആ, സദ്യ കഴിച്ച്. ഓക്കെ, ശരി. അപ്പം ഹാപ്പി ഓണം. താങ്ക് യു. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ അടുത്ത ആരാ പാട്ട് ഓടാൻ പോന്നേ? പൂങ്കാറ്റിനോടു കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപോയി കരളിനോടു നീ, നീയലായി അലസമലസമാ അരികിൽ വരും നീ, നീ ഇളം പൂങ്കാറ്റിനോടു കിളികളോട് കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപോ കരളിനോടും നീ. അപ്പൊ ഇനി അശ്വതിയാണ് പാടാൻ പോന്നേ. അശ്വതി, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പാട്ട് പാടാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. താങ്ക് യു അശ്വതി. ഓണം അടിച്ചു പൊളിച്ചില്ലേ? അപ്പോൾ എല്ലാ വർഷവും ഇതേപോലെ അടിച്ചു പൊളിക്കണം നമുക്ക് അല്ലേ? ഇന്നത്തെ ദിവസം ഭയങ്കര മെമ്മറബിൾ ഡേ ഇല്ലേ? ഭയങ്കര ഓർമ്മയുള്ള ദിവസമില്ലേ? ഡാൻസ് ഇഷ്ടമായോ? പാട്ട് ഇഷ്ടമായോ? എല്ലാം ഇഷ്ടമായില്ലേ? ആ, ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. സിനിമയ്ക്ക് പോകണം, ബീച്ചിൽ പോകണം. അപ്പം എല്ലാ അമ്മമാരും വളരെ സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ, ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലേ? ആ, താങ്ക് യു സോ മച്ച് ശ്രീ കെ ഷാജി. പറഞ്ഞ പോലെ ഇപ്പോൾ ഞങ്ങൾ മൈജി നടത്തുന്ന ഈ വലിയ ഓണപരിപാടിയിൽ ഞങ്ങളെയും കൂടെ കൂട്ടിയാലും ഒരുപാട് നന്ദി പറയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആണെന്ന് അറിഞ്ഞു. എല്ലാവരും ഹാപ്പി അല്ലേ? അടിപൊളിയായില്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നിച്ചൊരു ഹാപ്പി ഓണം പറഞ്ഞാലോ? അല്ല, കേരളത്തിലെ എല്ലാ അമ്മമാർക്കും അല്ലേ? ആ, കേരളത്തിലെ എല്ലാ അമ്മമാർക്കും വേണ്ടി ഒരു ഹാപ്പി ഓണം. ഞാൻ കൗണ്ട് ചെയ്യാം. ഞാൻ ഓക്കെ എന്ന് പറയുമ്പോഴത്തേക്കും പറയാം. ഓക്കെ, 3, 2, 1. ഹാപ്പി ഓണം.